സുഹൃത്തുക്കളെ, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അരമണിക്കൂർ വ്ളോഗ് ചെയ്തു. പിന്നെ അറിയാതെ പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ റെഡ് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പായി. അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഫോൺ നമ്പറൊക്കെ ചോദിക്കുക. എനിക്കറിയില്ലല്ലോ സിസ്റ്റം യൂട്യൂബിൻ്റെ. നമ്മൾ ടെക്നിക്കൽ ഫീൽഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിൽ വിജയിച്ചു. എൻ്റെ മൈൻഡിലെ ഉപബോധ മനസ്സ് പെട്ടെന്ന് പ്രവർത്തിച്ചു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പോലെയൊക്കെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുമല്ലോ. അപ്ലോഡ് ചെയ്തു വീഡിയോ, അരമണിക്കൂർ വീഡിയോ വരും. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇടവേളകളിലൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. സമയം പോണ്ടേ. ഇപ്പോൾ അമ്പലത്തിലെ പാട്ടൊക്കെ വെച്ച് ഇരിക്കുകയാണ്. പാട്ടൊക്കെ ഞാൻ അത്ര വീട്ടിൽ ബോറടിക്കണേ. വീട്ടിൽ വെറുതെ ഇരിക്കുക. പിന്നെ ദുശീലങ്ങളൊക്കെ ഉണ്ട്. തെറ്റിദ്ധരിക്കണ്ട. വെള്ളോടെയൊന്നുമല്ല, വേറെ ചെറിയൊരു ലഹരിയുണ്ട് എനിക്ക്. പിന്നെ ആരും അനുകരിക്കരുത്. എനിക്ക് പ്രായമായി, 31 വയസ്സായി. അങ്ങനെ ശരീരം കണ്ടാൽ അറിയില്ല. മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ബോഡി കൊണ്ടുപോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും പറയുന്നത്, കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഏട്ടനെ, നിങ്ങളുടെ വീട്ടിലെ സുഹൃത്തിന്, ബന്ധുക്കളോ ശത്രുക്കളോ മിത്രങ്ങളോ അങ്ങനെ കണ്ടിട്ട് ഒരു അഡ്വൈസ് എന്ന രീതിയിൽ പഠനം അറിയാത്ത കാര്യങ്ങൾ ടീച്ചേഴ്സിനോടും നിങ്ങളുടെ പഠിക്കുന്ന കുട്ടികളോടും ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് സാറുമാരോട് ചോദിക്കുക. ബുക്കുകളിലുണ്ടാവും, ഫോർമുല ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ ടീച്ചേഴ്സ് അനലൈസ് ചെയ്ത ബുക്കുകൾ. അതൊക്കെ വാങ്ങി ട്യൂഷന് പോവുക, ഓരോന്നിന് പോവുക. ഞാൻ സയൻസാണ്, അതുകൊണ്ടാണ്. അതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ. പഠിച്ചു വരുമ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞു, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് CBSEക്ക് പോയി. CBSE പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും എക്സാമിനൊക്കെ പോയി. രജിസ്ട്രേഷൻ നമ്പർ എൻ്റെ വന്നില്ല. അവിടെ ഞാൻ ഫെയിലായി, ചെറുതായിട്ടൊന്ന് പാളി. പിന്നെ ഞാൻ മുന്നോട്ട് ബുക്കുകളൊക്കെ വാങ്ങിച്ചു, ഹിന്ദി പഠിക്കണം.